കോട്ടയം അയർക്കുന്നത്ത് ബംഗാൾ സ്വദേശിനെ ഭർത്താവ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായി സംശയം. മുർഷിദാബാദ് സ്വദേശി അൽപ്പന കൊല്ലപ്പെട്ടെന്നാണ് സംശയം. ഇവരുടെ ഭർത്താവ് സോണി അയർക്കുന്നം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് ചെയ്യുന്നു. ടോബി, എന്താണ് ഇപ്പോൾ ഇങ്ങനെ വിവരം പുറത്തു വരാനിടയായ സാഹചര്യം? യുവതിയെ കുറെ ദിവസമായി കാണാനില്ലായിരുന്നു. ഇയാളെ കൊച്ചിയിൽ നിന്നാണ് പിടികൂടിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പരാതിയുടെ ആധികാരികത? എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? കൊലപ്പെടുത്തിയെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ? കൊലപ്പെടുത്തി എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട് സുഹൈൽ. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവ് സോണിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെ നടന്നു വരികയാണ്. കഴിഞ്ഞ 14-ാം തീയതിയാണ് ഈ അൽപ്പനയെ കാണാതാകുന്നത്. അതിനുശേഷം 3 ദിവസത്തിന് ശേഷമാണ് ഈ ഭർത്താവായിട്ടുള്ള സോണി അയർക്കുന്നം പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകിയത്. ആ പരാതിയിന്മേൽ അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് ഇയാൾ 2 കുട്ടികളുമായി ഇവിടെ നിന്നും നാട്ടിലേക്ക് പോകാനുള്ള ഒരു നീക്കം നടത്തിയത്. അതിലൊരു സംശയം തോന്നിയ പോലീസ് ഇയാളെ ഇന്നലെ രാത്രിയിൽ തന്നെ എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഈ ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു മൊഴി കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പ്രകാരമുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപത്ത് ഈ കയർക്കുന്ന ഭാഗത്തുള്ള ഒരു വീടിന്റെ പരിസരത്ത്, ഒരു വീട് പണി നടക്കുന്ന ഒരു വീടാണ്, അതിന്റെ പരിസരത്ത് ഈ മൃതദേഹം കുഴിച്ചിട്ടതായിട്ടുള്ള സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത വരണം. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ഫോറൻസിക് വിഭാഗവും അതുപോലെ തന്നെ ഈ പരിശോധന നടത്താനുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൈൽ. ടോബി, 14-ാം തീയതി മുതൽ യുവതിയെ കാണാതാകുന്നു. ഇയാൾ വെറും 3 ദിവസം മുമ്പ് മാത്രം പരാതി കൊടുക്കുന്നു. 3 ദിവസം മുമ്പ് പരാതി കൊടുത്തു. ഈ പരാതി ഒന്ന് പോലീസ് അന്വേഷിക്കും മുമ്പേ ഈ കുട്ടികളുമായി ഇയാൾ നാടുവിടാൻ ശ്രമിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും ദിവസം ഇവരെ കാണാനില്ലെന്ന് അയൽപ്പക്കത്ത് നടക്കം ഇത്തരം പരാതികളൊന്നും ഉയർന്നു കണ്ടില്ലേ? ഇവർ എങ്ങനെയാണ് താമസിച്ചിരുന്നത്? ഈ ഭാഗത്ത് തന്നെ വീടെടുത്ത് താമസിച്ചു വരികയായിരുന്നോ? വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് ഈ അയർക്കുന്ന ഭാഗത്ത് ജോലി ചെയ്യുന്നതിന് വേണ്ടി ബംഗാളിൽ നിന്നും വന്ന് താമസിക്കുകയായിരുന്നു. ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ, പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടടക്കം വിവരം ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് എന്തായാലും ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. കാരണം ഇവരെ ഇങ്ങനെ പല ജോലികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളാണ്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അയർക്കുന്നം പ്രദേശത്തുള്ള ഒരു വീടിന്റെ പരിസരം വൃത്തിയാക്കുന്നതിന്, അതൊരു വീട് പണി നടക്കുന്ന സ്ഥലമായിരുന്നു, ആ സ്ഥലം വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇയാളെ ജോലി ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അവിടെ ജോലിക്ക് ചെന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ആ വീട്ടിലേക്ക് ചെല്ലുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ തുടർന്നാണ് ഈ സംഭവങ്ങൾ, അവിടെ വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടായതെന്നുള്ളൊരു സംശയമാണ്, അങ്ങനെ ഒരു സൂചനയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടില്ല. അതീവ രഹസ്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഈ കുടുംബ ബന്ധത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ പരിശോധന, അതായത് ഈ വീടിന്റെ മണ്ണിളക്കിയുള്ള പരിശോധനകളടക്കം നടന്നെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു വസ്തുത പുറത്തു വരുത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.